നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ചർച്ചയ്ക്ക് അതിഥിയായി എത്തിയിട്ടുള്ളത് ശ്രീ ഹരീഷൻ ജിയാണ്. നമസ്തേ. പശ്ചിമേഷ്യൻ യുദ്ധം വളരെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. ആ സമയത്ത് പുതിയ ചില മാസ് എൻട്രികൾ കൂടി നമ്മൾ പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ കാണുന്നുണ്ട്. റഷ്യ ഈ യുദ്ധത്തിൽ വളരെ പബ്ലിക്കായിട്ട്, വളരെ പൊതുമധ്യത്തിൽ അറിയത്തക്ക രീതിയിൽ ഇടപെട്ടു തുടങ്ങി. ഇതുവരെ റഷ്യ ഇറാന് വേണ്ട സഹായങ്ങളെല്ലാം നൽകിക്കൊണ്ടിരുന്നു. റഷ്യക്കുള്ള ആണവായുധങ്ങൾ, മാണവ സജ്ജീകരണങ്ങളെല്ലാം റഷ്യയുടേതാണെന്ന് ലോകത്തെല്ലാവർക്കും അറിയാം. എങ്കിലും ഇതുവരെ റഷ്യ ഒരു പരസ്യമായിട്ട് ഇതിലിടപെട്ടിട്ടില്ല. ഇന്ന് റഷ്യ പരസ്യമായിട്ട് ഈ പശ്ചിമേഷ്യൻ യുദ്ധത്തിലേക്ക് പറന്നിറങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിശേഷം? തീർച്ചയായിട്ടും പറഞ്ഞത് ശരിയാണ്. ജിയോ പൊളിറ്റിക്സ്, അതായത് ശക്തമായ രീതിയിൽ റഷ്യ ഈ യുദ്ധത്തിൽ ടെഹ്റാനെ പിന്തുണയ്ക്കുന്നതിന്റെ ശക്തമായ ജിയോ പൊളിറ്റിക്കൽ സൂചനയായിട്ട് തന്നെയാണ് ഈ ഒരു വിമാനത്തിന്റെ കൈമാറ്റമാണ് നടന്നിരിക്കുന്നത്. അതായത് Tu-240PU ഡൂംസ്ഡേ എയർബോൺ കമാൻഡ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള വിമാനത്തിന്റെ ഒരു കൈമാറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതായത് ഏതൊരു സാഹചര്യത്തിലും ഇനി എയറിൽ ഇരുന്നുകൊണ്ട് വേണമെങ്കിലും അടിയന്തര സാഹചര്യങ്ങൾ കമാൻഡുകൾ കൊടുക്കുവാൻ പറ്റുന്ന തരത്തിൽ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയ ഒരു ജെറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള വിമാനമാണ് ഈ Tu-240PU ഡൂംസ്ഡേ എയർബോൺ കമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വിമാനത്തിൽ ഇരുന്നുകൊണ്ട് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ സമീപിക്കാനും യുദ്ധവുമായി ബന്ധപ്പെട്ട അടിയന്തര കാര്യങ്ങൾ തീരുമാനമെടുക്കുവാനും ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുവാനും ഒക്കെയുള്ള ഒരു സഹായം ഇതിലൂടെ ലഭിക്കും. ഇനി എയർ ട്രാഫിക്കിംഗ്, അതായത് എയർ ട്രാക്കിംഗ് നടത്താതിരിക്കുവാൻ വേണ്ടിയിട്ട് അത്ര വളരെ രഹസ്യമായിട്ടാണ് ഈ വിമാനം റഷ്യ എത്തിച്ചത് തന്നെ. റഷ്യ നേരിട്ട് ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു സൂചന തന്നെയാണ്. ഇത് ഒരു കോൾ സൈനിലാണ് ഈ വിമാനം ഇറക്കിയത്. എന്തായാലും ഇതൊരു ശക്തമായ സൂചന തന്നെയാണ് അമേരിക്കയ്ക്കും ഇസ്രായേലിനും. ഈ യുദ്ധം ആരാണ് വിജയിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറാനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ആ രീതിയിലാണ് യുദ്ധത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഇറാൻ പറയുന്ന ആവശ്യങ്ങൾ അമേരിക്ക ഒപ്പുവെക്കേണ്ട ഒരു തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഈ യുദ്ധം പരിസമാപ്തിയിൽ എത്തിക്കുക എന്നതാണ് ഇറാന്റെ അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം അവരുടെ മിസൈൽ സംവിധാനങ്ങളെല്ലാം താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മിസൈലിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു. ട്രംപിന്റെ ജനപ്രീതി ഇടിഞ്ഞു. ട്രംപിനെതിരെ വളരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ, സമരങ്ങൾ പോലും അമേരിക്കയിൽ നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ ഒരു ട്രംപിനെ ഇപ്പോ ഈ മിഡ് ടേമിൽ പരാജയപ്പെട്ടാൽ ഒരു ലെയിൻ ടെക് പ്രസിഡന്റ് എന്നൊരു മുടന്തൻ താറാവായ പ്രസിഡന്റ് എന്ന രീതിയിലായിരിക്കും പിന്നെ അറിയപ്പെടുന്നത്. എന്തായാലും അത് ഒരു പ്രസിഡന്റിനെ, ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു പരാജയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വലിയ പരാജയ ഭീതിയിലാണ് ഒരു ഭാഗത്ത് ട്രംപ്, ഇനി മറുഭാഗത്ത് ഇസ്രായേൽ ആയിക്കോട്ടെ ഈ യുദ്ധത്തെ എങ്ങനെയെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ അവിടെയും കാര്യമായ രീതിയിൽ ഒരു വിജയത്തിലേക്ക് ഇതിനെ എത്തിക്കുവാൻ വളരെ പ്രയാസമാണ്. ഒരർത്ഥത്തിൽ വേണമെങ്കിൽ ഇസ്രായേൽ വിജയിച്ചു എന്ന് പറയാം. കാരണം ഇസ്രായേലിന് നിരവധിയായിട്ടുള്ള ഇറാന്റെ തന്ത്രപ്രധാനമായ ഭാഗങ്ങൾ തകർത്തിടുവാൻ കഴിയും. പക്ഷെ അപ്പോഴും ഇറാൻ കീഴടങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഇറാൻ ഒരു വിജയമായിട്ട് തന്നെ ഇതിനെ പരിഗണിക്കപ്പെടാം. ഇറാൻ പറയുന്ന ഒരു കരാറിൽ ഈ രാജ്യങ്ങൾ ഒപ്പുവെച്ച് മതിയാകും എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇത് വിയറ്റ്നാമിന് ശേഷം അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ പരാജയത്തിന്റെ ലിസ്റ്റിലാണ് ഇപ്പോൾ വരുന്നത്. ഇതിനോടൊപ്പം തന്നെ റഷ്യ കൂടി ഇത് നേരിട്ട് പങ്കാളിയാകുമ്പോൾ ഇതിന്റെ ആക്കം ഇരട്ടിക്കുവാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇറാനെ ഏറ്റവും അധികം പിന്തുണച്ചിരുന്നു. പക്ഷേ റഷ്യയുടെ സഹായമില്ലാതെ ഇറാൻ നേരത്തെ തന്നെ ഒതുങ്ങി തീർന്നല്ല. കാരണം വളരെ ശക്തരായിട്ടുള്ള രണ്ട് രാജ്യങ്ങളോട് കൂടിയുള്ള യുദ്ധമാണ്. അതുകൊണ്ട് തന്നെ റഷ്യയുടെ ഒരു സഹായം നേരത്തെ തന്നെ ഇറാന് ലഭിച്ചിരുന്നു. പല ആയുധങ്ങളുടെ രൂപത്തിൽ രഹസ്യമായിട്ടാണ് റഷ്യ നേരത്തെ സഹായിച്ചിരുന്നത്. ഇപ്പോൾ ഡീഗോ ഗാർഷിയിലൊക്കെ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള ഒരു ആക്രമണം ഉണ്ടായി. ഇറാനൊന്നും ഇന്റർമീഡിയറ്റ് ബാലിസ്റ്റിക് മിസൈൽ ഇല്ല. ഇത്രയും ദൂരത്തേക്ക് എത്തുന്ന തരത്തിൽ ഒരു മിസൈൽ സംവിധാനം ഒരുക്കി കൊടുത്തത് ഒരു സംശയം വേണ്ട, അത് റഷ്യയുടെ കരങ്ങൾ തന്നെയാണ്. ഇപ്പോ അതേ റഷ്യ തന്നെ നേരിട്ട്, അതായത് ലോകരാജ്യം ഞങ്ങൾ കൂടി ഇറാനൊപ്പം ഉണ്ട് എന്ന് പ്രത്യക്ഷമായിട്ട് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തന്നെയാണ് ഇറാൻ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ നിന്ന് മാറ്റം ചെയ്യുന്നെങ്കിൽ, അതായത് ഇറാന് പുറത്തെത്തിക്കുന്നെങ്കിൽ അത് റഷ്യയിലേക്ക് വേണമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് ഇറാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും അവരുടെ ഒരു നീക്കമാണ്. കാരണം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിലേക്ക് എത്തിയാൽ തീർച്ചയായിട്ടും അവർക്ക് റിട്രീവ് ചെയ്തെടുക്കാം. റഷ്യയിൽ നിന്ന് തിരിച്ചു വാങ്ങി വീണ്ടും അവർക്ക് സമ്പുഷ്ടീകരണം പൂർത്തിയാക്കുകയും അവർക്ക് മറ്റൊരു അണ്വായുധം വികസിപ്പിച്ചെടുക്കാമെന്നൊരു തോന്നൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പൊ ഈ രീതി, അതായത് അവരെന്താണോ ആഗ്രഹിക്കുന്നത്
ആ രീതിയിലൂടെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇറാൻ ശ്രമിക്കുന്നത്. ഏറെക്കുറെ വിജയത്തിന്റെ വക്കോളമാണ്. ഇനി എന്തെങ്കിലും വലിയ അപകടങ്ങൾ സംഭവിച്ചാൽ അതും നേരിടാൻ കണക്കിനുള്ള ഒരു ഒരു വിമാനം സൗകര്യമാണ് ഇപ്പോൾ TU-240PU ഡൂംസ്ഡേ എയർബോൺ കമാൻഡിലൂടെ അവർക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ സമീപകാല ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് പറയുമ്പോൾ പോലും അമേരിക്ക ഇന്നുവരെ ഒരു ഓപ്പറേഷനും ശരിയായിട്ട് ജയിച്ചിട്ടില്ല. അത് വിയറ്റ്നാം ആയാലും ശരി, പിന്നെ ഇറാഖായാലും ശരി, അഫ്ഗാനിസ്ഥാനായാലും ശരി, ഇപ്പോൾ ഇറാനിലായാലും ഇത് തന്നെയാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തായാലും ഈ റഷ്യയുടെ ഇടപെടലോടുകൂടി അമേരിക്കയ്ക്ക് ചില ഒത്തുതീർപ്പിലോട്ട് എത്തേണ്ടി വരും എന്നുള്ള ഒരു സൂചന കൊടുക്കുന്നുണ്ട്. ഇസ്രായേൽ ഇതിന്റെ ഇടയിൽ കൂടെ പിന്നെ ഇലക്ഷൻ നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഇലക്ഷനിലോട്ട് പോകുന്നുണ്ട്. ഇസ്രായേൽ ഇന്ത്യക്കാരും വളരെ ദുർബലമായ ഒരു ജനാധിപത്യ സംവിധാനമുള്ള ഒരു രാജ്യമാണ്. ഇടപെട്ടുള്ള തെരഞ്ഞെടുപ്പുകളും ഗവൺമെന്റിന്റെ അസ്ഥിരതയൊക്കെ അവരുടെ പുരോഗതിയെ ബാധിച്ചിട്ടുണ്ട്. എന്തായാലും റഷ്യ നേരിട്ട് ഇടപെടുകയും അവരുടെ ഖമനയെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ പിന്നെ ശവസംസ്കാരത്തിൽ കണ്ടിട്ടില്ലായിരുന്നു. അത് എവിടെയാണെന്നും കൃത്യമായിട്ട് അറിയത്തില്ല. അദ്ദേഹം ഈ കമാൻഡ് ആൻഡ് കൺട്രോൾ വിമാനത്തിനകത്തുണ്ടോ എന്ന് പോലും നമുക്ക് അറിയത്തില്ല. കാര്യം അത്രയും സജ്ജമായിട്ടുള്ള ഒരു വിമാനമാണ് അവർ അയച്ചേക്കുന്നത്. അപ്പൊ ഇറാനിലെ കടുത്ത നടപടികൾ അമേരിക്കയിൽ നിന്നുണ്ടായാൽ തിരിച്ചടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള ഒരു സന്ദേശമാണ് റഷ്യ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് എടുക്കുന്നതാണ് താങ്കളുടെ അഭിപ്രായം? ഇന്ത്യ ഇപ്പോ ഈ യുദ്ധത്തിൽ പങ്കാളിയായത് നോക്കി നിന്നാൽ മതി, നമ്മളുടെ ഇതിലില്ല എന്നൊരു സമീപനമാണ് ഇന്ത്യ എടുത്തിട്ടുള്ളത്. കാരണം ഇന്ത്യക്ക് ഇതിൽ നേരിട്ട് ഇടപെടേണ്ട ഒരു കാര്യം തന്നെയില്ല. 2014 മുതലുള്ള ഇന്ത്യയുടെ നിലപാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നേരത്തെ തന്നെ ഈ ചേരിചേരാ നയത്തിന്റെ ഭാഗമായിരുന്നു ഇന്ത്യയെങ്കിൽ 2014 ശേഷം ഇന്ത്യ എടുത്ത നിലപാടുകൾ എന്ന് പറയുന്നത് എല്ലാ ചേരിയിലും ഉണ്ട്. നമുക്ക് എപ്പോഴാണോ സഹായം ആവശ്യം വരുന്നത് ആ സമയത്ത് ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും, ഇങ്ങോട്ട് വാങ്ങുകയും ചെയ്യും. ഇനി അതല്ല ഇന്ത്യ എതിർക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ തിരിച്ചു തർക്കും. ഇപ്പോൾ ഗാൽവാനിലൊക്കെ ചൈന ഇന്ത്യ എതിർക്കുവാൻ വന്നു, തിരിച്ചു നല്ല ഒന്നാന്തരം പണി കൊടുത്തു. 35ഓളം സൈനികരെയാണ് കൊന്നുപിടിക്കുക. വിഷ്വലൊക്കെ ഇപ്പോൾ പുറത്തു വിട്ടിട്ടുണ്ട്. ഇന്ത്യ തന്നെ പുറത്തു വിട്ടിട്ടുണ്ട്. നേരത്തെ ഇന്ത്യ അത് പുറത്തു വിടാൻ തയ്യാറായിരുന്നില്ല. അപ്പൊ ആ രീതിയിൽ ചൈന ഇന്ത്യയെ ഇടപെട്ടു, ഡോക്ലാമിൽ ഇന്ത്യയോട് ഇടപെട്ടു. ആ രീതിയിൽ നന്നായിട്ട് പണി തിരിച്ചു കൊടുത്തു. നേരത്തെ ചൈനയുടെ അടുത്തുള്ള ഭയം കാരണം ബോർഡർ റോഡുകൾ പരിഷ്കരിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു ഭാരതമല്ല ഇന്നത്തെ ഭാരതം. അതുകൊണ്ട് തന്നെ ഭാരതം ഇനി ആരൊക്കെ വിരട്ടിയാലും ആർക്കൊക്കെ പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് ഗുണമുണ്ടോ ആ രാജ്യവുമായിട്ട് ഇന്ത്യ സഹായിക്കും. റഷ്യയുടെ അടുത്ത് എണ്ണ വാങ്ങും തോന്നിയാൽ ഇന്ത്യ എണ്ണ വാങ്ങും. അത് അമേരിക്കയിലെ ആരും രാജ്യം നടക്കാൻ പറ്റില്ല. ഇനി നമ്മളെ കയറി ചൊറിഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ ആക്രമിക്കുമോ? ആക്രമിച്ചിരിക്കും. കോൾഡ് സ്റ്റാർട്ട് ഡോക്ട്രിൻ എന്ന് പറയുന്ന ഒരു പോളിസി ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. വർഷങ്ങളോളം കൊടി പിടിച്ച് മാറാതെ പിടിച്ച് കിടക്കുന്ന പോളിസിയായിരുന്നു. ഒരു ഇന്റർനാഷണൽ പ്രഷർ ഉണ്ടാകുന്നതിന് മുന്നേ തന്നെ നമ്മളെ അറ്റാക്ക് ചെയ്ത് നമ്മൾ തിരിച്ചറ്റാക്ക് ചെയ്യും. ഇതായിരുന്നു ആ പോളിസി ലക്ഷ്യം വെക്കുന്നത്. വാജ്പേയി ഗവൺമെന്റ് സമയത്തായിരുന്നു നമ്മൾ ആ പോളിസി കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഒരു പോളിസിയുടെ വിളിച്ച് അത് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കപ്പെട്ട 2014 ശേഷം നമ്മളെ തിരിച്ചൊന്ന് കണ്ണു കിട്ടിയേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ച് ആക്രമിക്കുക തന്നെ ചെയ്യും. അപ്പൊ ആ രീതിയിൽ ഇന്ത്യ അടിക്ക് തിരിച്ചടി ചെയ്യും. ഇന്ത്യ സഹായിക്കും, ഇന്ത്യ തിരിച്ച് സഹായിക്കും. ഇപ്പൊ ഇവിടെ ഇന്ത്യക്ക് പാകിസ്ഥാനെ പോലെ വളരെ ദയനീയമായ അവസ്ഥയിൽ ബ്രോക്കർ രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യക്ക് അവിടെ ചെന്ന് ഇടപെട്ടിട്ട് ഇവരുടെ ഈ വടംവലിക്കിടയിൽ നിന്നു കൊടുക്കേണ്ട ഒരു തരത്തിലുള്ള ആവശ്യമില്ല. ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എഗ്രിമെന്റിന് തയ്യാറാകുന്നുണ്ടോ? അങ്ങനെ ഇവർ ഫലപ്രദമായ ഒരു ഡീലിന് തയ്യാറാവുമെങ്കിൽ ഇന്ത്യ അവിടെ ഇടപെടില്ല. അല്ലെങ്കിൽ ഇന്ത്യ ഇടപെടുന്ന ഒരു ഇതേയില്ല. നമുക്ക് ഇടപെടേണ്ട ഒരു കാര്യം, ഒരു സാഹചര്യം വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് വളരെ സ്റ്റേക്ക് ഉള്ളതാണ് ചബഹാർ തുറമുഖം. ചബഹാർ തുറമുഖം ഉൾപ്പെടുന്ന നഗരം ഇന്നലെ ആക്രമിക്കപ്പെട്ടു. ഇത് ഇന്ത്യക്ക് വളരെ കൺസേൺ ഉണ്ടാക്കുന്നത്. തീർച്ചയായും. അപ്പം തീർച്ചയായും ഇന്ത്യക്ക് മാത്രമല്ല ഇന്ത്യൻ പൗരന്മാര് റെയിൽവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ത്യക്ക് നേരിട്ട് ബന്ധമുള്ള കാര്യം. അതെ, മാത്രമല്ല ഇപ്പോ ഈ സിവിലിയൻ കപ്പലുകൾ ആക്രമിക്കുമ്പോഴത്തേക്കും അതിലുള്ള ഇന്ത്യക്കാരായിട്ടുള്ള പൗരന്മാര് കൊല്ലപ്പെടുന്നുണ്ട്, കാണാറാവുന്നുണ്ട്. ഇതെല്ലാം ഇന്ത്യക്ക് ഇന്ത്യക്ക് കൺസേൺഡ് ആണ്. അപ്പോൾ നമുക്ക് ഈ പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടായാൽ അതിന്റെ ഏറ്റവും കൂടുതൽ ഒരു ബെനിഫിഷ്യറി ഇന്ത്യയാണ്. കാര്യം ഇന്ത്യക്ക് നമ്മൾ പരസ്യമായിട്ട് സമ്മതിക്കുന്നില്ലെങ്കിൽ പോലും ഇറാൻ ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാഷ്ട്രം തന്നെയാണ് എല്ലാ അർത്ഥത്തിലും. ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് രാഷ്ട്രം, ഇസ്ലാമിക സുഹൃത്ത് രാഷ്ട്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇറാൻ തന്നെയാണ്. അപ്പോൾ ഇറാന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇതുവരെയും ഒരു ചെറുതല്ലും അനക്കിയിട്ടില്ല. അത് അമേരിക്കയെ പണക്കണ്ടാന്ന് കരുതിയിട്ടാണ്. എന്തായാലും റഷ്യ ഇടപെട്ട സ്ഥിതിക്ക് ഇന്ത്യ ഇറാനിലെ ശക്തമായ ഇടപെടൽ ഉണ്ടായേക്കുമെന്നുള്ള ഒരു ധാരണ പൊതുവെ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറയുന്നു? അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഒരു സ്ഥായിയായ സൗഹൃദം അല്ലെങ്കിൽ സ്ഥായിയായ വിരോധം അങ്ങനെ ഒന്നും ഈ ഇന്ത്യക്ക് ഇപ്പോഴത്തെ നിലപാടുകളില്ല. നമുക്ക് അതായത് നമ്മളെ മേൽ നോവും എന്ന് തോന്നുന്ന കാര്യങ്ങൾ, അതായത് ഇന്ത്യ അവിടെ ഇടപെട്ട് കഴിഞ്ഞാൽ ഫലപ്രദമായ ഒരു തീരുമാനം ഉണ്ടാകണം. അല്ലാതെ ഈ പാകിസ്ഥാനെ പോലെ നമുക്ക് പുറകെ നടക്കാനുള്ള സമയമില്ല. ഇന്ത്യക്ക് മറ്റ് ബിസിനസ്സുകൾ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കരാറിൽ ഏർപ്പെടുത്തിയാൽ അത് നടപ്പിലാക്കാനുള്ള സമയത്ത്
ഇവര് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ. കാരണം ഉദാഹരണം ഈ കരാറിൽ ഇടപെട്ടുണ്ട്, കരാറിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഒന്നുകിൽ അമേരിക്ക വഴങ്ങി കൊടുക്കണം, അല്ലെങ്കിൽ ഇറാൻ വഴങ്ങി കൊടുക്കണം. ഇത് രണ്ടുപേരും പോസിറ്റീവായ രീതിയിൽ ഒരു ഇന്ററാക്ഷൻ ഉണ്ട് എന്ന് തോന്നിയാൽ മാത്രമേ ഭാരതമുള്ളൂ. അത് ഭാരതത്തെ ക്ഷണിക്കണം. അല്ലാതെ പാകിസ്ഥാൻ ഇടപെടുമ്പോൾ നിങ്ങൾ അവിടെ ഇടപെടും, നിങ്ങൾ അവിടെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യ അവിടെ ചോദ്യം ചോദിക്കാനോ. ഇനി അവിടെ ചഹബാർ പോർട്ടിന്റെ കാര്യം, ചഹബാർ പോർട്ട് ഇതിനോടകം തന്നെ ഇന്ത്യ അവിടുത്തെ ഇറാനിയൻ ലോക്കലായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന അവർക്ക് ഇന്ത്യ കൈമാറി കഴിഞ്ഞു. ഇനി ഇന്ത്യക്ക് എന്തെങ്കിലും സാഹചര്യമുണ്ട് അവിടേക്ക് നമുക്ക് ഇടപെടാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവിടെ പോയി ഇടപെടൂ. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ചഹബാർ പോർട്ട്. കാരണം സെൻട്രൽ ഏഷ്യയിലോട്ടുള്ള ഇന്ത്യയുടെ ഒരു വലിയ ബന്ധത്തിന്റെ ഒരു സാധ്യതയാണ് ചഹബാർ പോർട്ട് എന്ന് പറയുന്നത്. ചഹബാർ പോർട്ട് വഴി നമ്മൾ യൂറോപ്പിലേക്കും മറ്റ് ഇടങ്ങളിലേക്കും പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് പോവുക എന്നതാണ്. അത് അഫ്ഗാൻ ത്രൂ ഇറാൻ, ദെൻ ഇറാൻ ത്രൂ യൂറോപ്പ്. ഈ രീതിയിലുള്ള ഒരു ബന്ധത്തിന്റെ ഒരു തുടക്കമാണ് ഈ ചഹബാർ പോർട്ട് എന്ന് പറയുന്നത്. സയാദൻ റെയിൽവേ ഉണ്ട്, അതേപോലെ ചഹബാർ പോർട്ട് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം തന്നെയാണ്. പക്ഷേ ഈ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഗമ്യതയിലേക്ക് എത്തുമെന്ന് ഇന്ത്യക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ ഇന്ത്യ വിഷയത്തിൽ ഇടപെടൂ. ഇന്ത്യ വിഷയത്തിൽ ഇടപെട്ടാൽ തീർച്ചയായിട്ടും ആ വിഷയം പരിഹരിക്കപ്പെടും. പക്ഷെ അതിൻ്റെതായ ഘട്ടത്തിൽ മാത്രമേ നമ്മൾ തീരുമാനമെടുത്ത് മുൻപോട്ട് പോകും. അല്ലാതെ അമേരിക്ക എന്നതോ അല്ലെങ്കിൽ ലോകത്തിലെ ഏത് രാജ്യം എന്നതോ ഇന്ത്യക്ക് ഇപ്പോൾ വലിയ പ്രാധാന്യത്തോട് വേണം. കാരണം താരിഫ് ചുമത്തുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കെതിരെ നീക്കുമ്പോൾ നമ്മൾ അതേ ശക്തിയോടുകൂടി തന്നെ അമേരിക്കക്ക് തിരിച്ചടിച്ചു. ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒപ്പം നിൽക്കുവാൻ വേണ്ടി ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നുണ്ട്. നാറ്റോ പോലും ഒപ്പം നിൽക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ന്റെ ദയനീയത. അപ്പൊ അങ്ങനെ ഒരു ഘട്ടത്തിൽ കൂടിയാണ് US കടന്നത്. ഇന്ത്യയുടെ അടുത്ത് വന്ന് കാല് പിടിക്കാൻ മാർക്കോ റൂബിയോ തയ്യാറായി. അന്ന് മൂന്നാഴ്ചയോളം ഇവിടെ തങ്ങി നിന്നതിന് ശേഷം ഇവിടെ വന്ന് ഇന്ത്യയുടെ ഒരു ഫേവർ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് അവർ പല രീതിയിലുള്ള നീക്കങ്ങൾ നടത്തി. ഇനി ഇന്ത്യ അഗ്നി-6 പരീക്ഷിക്കാൻ പോകുന്നു. ഒരു അക്ഷരം വേണ്ടിയില്ല, ഡിഫൻസ് സെക്രട്ടറി അക്ഷരം വേണ്ടിയിരുന്നു. ഇന്ത്യ ജനാധിപത്യ രാജ്യമാണ്, ഇന്ത്യക്ക് അറിയാം എങ്ങനെ പ്രയോജനമാണ്, ഇന്ത്യയുടെ കീഴിൽ നഷ്ടമൊന്നും സംഭവിക്കില്ല എന്ന് ഡിഫൻസ് സെക്രട്ടറിക്ക് തുറന്നു പറയേണ്ടിയുള്ളൂ. അപ്പൊ ഈ രീതിയിൽ ഇന്ത്യ നടത്തുന്ന നീക്കങ്ങളോട് ഇപ്പോ അമേരിക്ക ഒന്നും വളരെയധികം അങ്ങനെ ശക്തമായിട്ട് പ്രതികരിക്കാൻ, അമേരിക്ക എന്ന ലോകത്തിലെ ഒരു രാജ്യത്തിനോട് ഇന്ത്യക്ക് ഭയമില്ല. ഇന്ത്യയുടെ നിലപാടുമായി മുന്നോട്ട് പോകാൻ. പക്ഷെ നമുക്ക് ഏതെങ്കിലും സാധ്യതയുണ്ട്, യുദ്ധം വിരാമപ്പെടാനുള്ള സാധ്യതയുണ്ട്, തീർച്ചയായിട്ടും ഭാരതത്തിനകത്ത് ഇടപെടും. പക്ഷെ അതിന് കൃത്യമായ ഉറപ്പ് നമുക്ക് വേണം. സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചഹബാർ പോർട്ട് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഇന്ത്യയുടെ അഭിമാനം ഇന്ത്യ പണയം വയ്ക്കാനോ തയ്യാറല്ല. അത്ര ശക്തമായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ആൾട്ടർനേറ്റീവായി മറ്റു വഴികൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ വെനസ്വേലയുമായി അടിയുണ്ട്, ബ്രസീലുമായി പെട്രോളിയത്തിന്റെ അടിയുണ്ട്, അതോടൊപ്പം തന്നെ നൈജീരിയയുമായിട്ട്, ആഫ്രിക്കയിലെ മറ്റു പല രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് വളരെ ശക്തമായ ഡീലുണ്ട്. അതുകൊണ്ട് തന്നെ പനാമയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ശക്തമായ നീക്കം നടത്തുന്നു. മറ്റ് മാർഗങ്ങളിലൂടെ ഇന്ത്യക്ക് ആവശ്യമായ ഊർജ്ജ സംവിധാനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ നടക്കുകയാണ്. പശ്ചിമേഷ്യയുടെ ഈ തരത്തിലുള്ള പ്രശ്നങ്ങൾ എത്തണം. അപ്പം സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് ആവശ്യമുള്ളത് നേടിയെടുക്കാൻ ഇന്ത്യ തയ്യാറാണ്. ഒപ്പം ഈ കാര്യങ്ങൾ കൂടി ഇന്ത്യ ഇടപെടാൻ തയ്യാറാണ്. പക്ഷേ ഇരു രാജ്യങ്ങളും അതിന് സമ്മതിക്കുന്ന തരത്തിലേക്ക് മാറണം. അവർ നമ്മെ സമീപിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടും. നന്ദി, നമസ്കാരം.